പത്തനംതിട്ട മെഴുവലിലാണ് നവജാത ശിശുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ സംഭവത്തെപ്പറ്റി പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. ഈ കുട്ടിയുടെ ജഡം കണ്ടെത്തിയിരിക്കുന്ന ഈ പറമ്പിൽ നിന്നിന്റെ സമീപത്ത് താമസിക്കുന്ന വീട്ടിലെ യുവതി 21-കാരി ഇന്ന് രാവിലെ കിടങ്ങുന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ബ്ലീഡിങ്ങിനെ തുടർന്ന് ചികിത്സ തേടിയിരുന്നു. പിന്നീട് ഈ ബ്ലീഡിംഗ് കൂടുതലായ സാഹചര്യത്തിൽ ചെങ്ങന്നൂർ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. അവിടെ എത്തിയപ്പോൾ ഡോക്ടർ പരിശോധിച്ചപ്പോഴാണ് ഈ പെൺകുട്ടി പ്രസവിച്ചതാണെന്നുള്ള കാര്യം വിവരം ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിനെ അറിയിക്കുകയും പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഈ കുട്ടിയുടെ ജഡം കണ്ടെത്തിയിരിക്കുന്നത്. ഈ പോലീസിന് ലഭിക്കുന്ന വിവരമനുസരിച്ചാണെങ്കിൽ ഒരുപക്ഷെ ഇന്ന് രാവിലെയാകാം പ്രസവം നടന്നിരിക്കാം എന്നാണ് പോലീസ് അനുമാനിക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിലൊക്കെ അന്വേഷണം ആവശ്യമാണ്. നിലവിലെ സാഹചര്യത്തിൽ കുട്ടിയുടെ മരണകാരണം വ്യക്തമല്ല. അതെല്ലാം ഫോറൻസിക് പരിശോധനയും കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. നിലവിൽ ഈ പെൺകുട്ടിയുടെ ഈ യുവതിയോടൊപ്പം താമസിക്കുന്ന ഏറ്റവും അടുത്ത ബന്ധു പറയുന്നത് ഈ പെൺകുട്ടി പ്രസവിച്ച വിവരം തനിക്ക് അറിയില്ല എന്നാണ്. എന്തോ അസുഖമായി ആശുപത്രിയിൽ പോയെന്നുള്ള വിവരം ലഭിച്ചുകൊള്ളുന്നതാണ് ഈ പെൺകുട്ടിയുടെ ഏറ്റവും അടുത്ത ബന്ധു പറയുന്നത്. ഇവിടെ ഞങ്ങൾ ആരും ഒന്നും ചെയ്തിട്ടില്ല. ആശുപത്രി രാവിലെ 9 മണിയായി. ഇന്ന് രാവിലെ എന്തോ പറ്റിയാന്ന് പറഞ്ഞാൽ ബ്ലീഡിങ് ആന്ന് പറഞ്ഞു. എന്നെ മറ്റൊന്നും പറഞ്ഞില്ല, എന്നോടൊന്നും പറഞ്ഞില്ല. പിന്നെ ആശുപത്രി ചെന്നപ്പോഴേ വിവരം അറിയുന്നു. അന്നേരം അറിയുന്നത് സംഭവം അറിയില്ല. പോലീസും സ്ഥലത്തെ ആശാവർക്കർമാരും ആരോഗ്യ പ്രവർത്തകരും എത്തിയാണ് ഈ മൃതദേഹം ആദ്യം കണ്ടെത്തുന്നതും പിന്നീട് തുടർ നടപടികളും സ്വീകരിച്ചത്. മൃതദേഹം കണ്ടു. കുട്ടിയുടെ സെക്സ് എന്താണെന്ന് മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. വേറെ ഒന്നും എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയില്ല. അതെനിക്കറിയില്ല. അത് കാരണം എനിക്ക് വേറൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ ഡോക്ടേഴ്സാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ആ കുട്ടി എത്ര ദിവസമായി പ്രസവിച്ചിട്ടെന്നും എങ്ങനെയാണ് അത് ചെയ്തതെന്നും ബാക്കി കാര്യങ്ങളൊക്കെ അവരോട് തന്നെ ചോദിച്ചാൽ എൻ്റെ ഡീറ്റെയിൽസ് അറിയാം. ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു. അപ്പോൾ അവർ ബ്ലീഡിങ് കുറയാഞ്ഞിട്ടാണ് അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ ബ്ലീഡിങ് ഇനി എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല. അത് ഹോസ്പിറ്റലാണല്ലോ, അപ്പോൾ അവർ മാനേജ്. കുട്ടി അറിയാം. ഞാനല്ല, ഈ വാർഡിൽ ആശ വേറൊരാളാണ് വന്നിട്ട് ഇപ്പോൾ അങ്ങോട്ട് പോയി. ആ മെൻസ്ട്രൽ കപ്പ് വാങ്ങിക്കാൻ ഇവിടെ വന്നായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ സെൻറ്ററിൽ വന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡേറ്റ് നോക്കാനായിട്ട് അവർ സെൻറ്ററിലോട്ട് പോയിട്ടുണ്ട്. എന്നാണ് വന്നതെന്ന് കഴിഞ്ഞ മാസമാണ് വന്നേ. അല്ലാതെ പ്രത്യേകിച്ച് എനിക്കൊന്നും അറിയത്തില്ല. ഇവിടെ വന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞ് പ്രസവിച്ചിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ അപ്പോൾ ആ പോലീസുകാരെ കണ്ടപ്പോൾ അവർ പറഞ്ഞു പ്രസവിച്ച് കുഞ്ഞവിടെ കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അറിയത്തില്ല 20 വയസ്സല്ല ഉള്ളൂ. നമുക്ക് ആർക്കും അറിയത്തില്ല. നിലവിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരിക്കുകയാണ്. കുട്ടിയുടെ മരണകാരണം ഉൾപ്പെടെ അന്വേഷണത്തിലും പോസ്റ്റ്മോർട്ടത്തിലൊക്കെ തന്നെ വ്യക്തമാകത്തുള്ളൂ. എന്തായാലും ഇപ്പോൾ പെൺകുട്ടി ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയാണ്. ആരോഗ്യം തൃപ്തികരമായി മുമ്പോട്ട് പോകുന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്.